നമസ്കാരം. എറണാകുളം കോതമംഗലത്ത് 6 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് ഉറപ്പിച്ചിരിക്കുന്നു. പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് രണ്ടാനമ്മയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അജാസ് ഖാന്റെ രണ്ടാം ഭാര്യ നിഷയാണ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അജാസ് ഖാന് ആദ്യ ഭാര്യയിലുള്ള കുട്ടിയാണ് കൊല്ലപ്പെട്ട മുസ്കാൻ. നിഷയ്ക്കും ആദ്യ വിവാഹത്തിൽ ഒരു കുട്ടിയുണ്ട്. അടുത്തിടെ നിഷ വീണ്ടും ഗർഭിണിയായിരുന്നു. ഒരു കുട്ടി കൂടി വരുമ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തിന് മുസ്കാൻ തടസ്സമാകുമോ എന്ന ചിന്തയിലാണ് കുഞ്ഞിനെ നിഷ കൊന്നത് എന്നതാണ് പോലീസിന്റെ അനുമാനം. അജാസ് ഖാന് കൊലപാതകത്തിൽ പങ്കില്ല എന്നാണ് നിഗമനം. ഉത്തർപ്രദേശ് സ്വദേശികളായ ഇവർ കഴിഞ്ഞ 10 വർഷമായി കോതമംഗലത്താണ് താമസം. കുഞ്ഞ് മരിച്ച വിവരമറിഞ്ഞ് സംശയം തോന്നിയ നാട്ടുകാരാണ് പഞ്ചായത്ത് മെമ്പറിനെയും പോലീസിനെയും വിവരം അറിയിച്ചത്. കോതമംഗലം പോലീസ് എത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. രാവിലെ എണീക്കുമ്പോൾ കുഞ്ഞിന് ബോധമില്ലായിരുന്നുവെന്നും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അവിടെ എത്തുമ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു എന്നാണ് കുട്ടിയുടെ രണ്ടാനമ്മ പറഞ്ഞത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസം മുട്ടിയാണ് കുട്ടി മരിച്ചത്. ഇത് മനസ്സിലാക്കിയ പോലീസ് അച്ഛനെയും കുട്ടിക്കൊപ്പം വീടിനകത്തുണ്ടായിരുന്ന രണ്ടാനമ്മയെയും കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു. ഇതിനൊടുവിലാണ് കൊലപാതകം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് രണ്ടാനമ്മയാണെന്ന വിവരം മാത്രമാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടുള്ളത്. വിശദാംശങ്ങൾ ആലുവ റൂറൽ SP പിന്നീട് പുറത്തുവിടും എന്നാണ് വിവരം. ആലുവ റൂറൽ SP അടക്കം കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് ചോദ്യം ചെയ്യലിന്റെ ഭാഗമായതും വിശദാംശങ്ങൾ ശേഖരിച്ചതും. കുഞ്ഞിന്റെ അച്ഛന് കൊലപാതകത്തിൽ പങ്കില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ചോദ്യം ചെയ്യലിൽ ഇത് വ്യക്തമായതായും പോലീസ് പറഞ്ഞു. സംഭവം നടന്ന സമയം ഇയാൾ വീട്ടിൽ ഇല്ലായിരുന്നു എന്നത് സംബന്ധിച്ചും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും എല്ലാ വശങ്ങളും കേന്ദ്രീകരിച്ച് സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. കോതമംഗലം നെല്ലിക്കുഴി 1-ാം വാർഡിൽ പുതുപ്പാലം ഭാഗത്ത് താമസിക്കുന്ന UP സ്വദേശികളായ അജാസ് ഖാന്റെ മകൾ 6 വയസ്സുള്ള മുസ്കാനാണ് മരിച്ചത്. രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന കുട്ടി രാവിലെ എഴുന്നേറ്റില്ലെന്നാണ് രക്ഷിതാക്കൾ പറഞ്ഞത്. കുട്ടി മരിച്ചു കിടക്കുന്നതായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം. ഇതിന് പിന്നാലെയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. എന്തായാലും കൊലപാതകമാണെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പോലീസ്. രക്ഷിതാക്കളെ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് ചോദ്യം ചെയ്യുകയും ചെയ്യും. ഇന്നലെ തന്നെ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്തിരുന്നു. രണ്ടാനമ്മ തന്നെയാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കുട്ടിയെ അനക്കമില്ലാതെ കണ്ടതിനെ തുടർന്ന് അജാസ് ഖാനാണ് പോലീസിൽ വിവരം അറിയിച്ചത്. പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തിയിരുന്നു.